الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته وأتباعه وأنصاره وأشياعه إلى يوم الدين. اللهم إنك جبار تجبرت بالجبر والجبر بجبر جبرك يا جبار يا الله. اللهم إنك قهار تقهرت بالقهر والقهر بقهر قهرك يا قهار يا الله. يا جليل تجللت بالجلال والجلال بجلال جلالك يا جليل يا الله. يا نور تنورت بنور نورك يا نور يا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم الإيمان يئرز إلى المدينة. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
चमक तुझसे पाते हैं सब पाने वाले, चमक तुझसे पाते हैं सब पाने वाले, मेरा दिल भी चमका दे चमकाने वाले। हबीबे खुदा का नज़ारा करूँ मैं, हबीबे हबीबे खुदा का नज़ारा करूँ मैं, दिलों जाने उन पे नज़ारा करूँ मैं, दिलों जाने उन पे नज़ारा करूँ मैं। Spurting light love of Medina, charming songs love of Medina, catching depth love of Medina, Medina. Spurting light love of Medina, charming songs love of Medina, catching depth love of Medina, Medina. മുത്തുമാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. മുത്തുമാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ഭാസുര പ്രദീപം, മദനീ മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം. സൽഗുണ സാന്ത്വന പ്രകാശം സുമധുര ഭാസുര പ്രദീപം, മദനീ മഹിതമീ വസന്തം മഹിമാ പൂക്കും മധുരിതം. മുത്തുമാണിക്യമാണെൻ്റെ ത്വാഹ, ഇഷ്കിൻ പാലാഴിയാണെൻ്റെ റാഹ. ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ ആദരണീയരായ ആദം ഫൈലി ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട ഖത്തീബ് ഫൈലി ഉസ്താദ് അവറുകളെ, ഈ വേദിയിൽ ഉപവിഷ്ടരായ ശ്രേഷ്ഠരായ സാദാത്തുക്കൾ സയ്യിദ് ബദറുദ്ദീൻ തങ്ങൾ അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ്, ഫൈലി ഉസ്താദ്, അഷാഫി ഉസ്താദ്, ഹുദവി ഉസ്താദ്, ലത്തീഫി ഉസ്താദ്, ഇർഫാനി ഉസ്താദ്, ഖാദർ മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിത മഹത്തുക്കൾ, ബഹുമാന്യനായ BK മുഹമ്മദ് സാഹിബ്, മുഹമ്മദ് ഹാജി, ഈ നല്ല മജ്ലിസിൽ വന്നെത്തിയ നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഈ സംഗമം അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല ഒരു സംഗമമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ രാത്രി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, ഭാര്യമക്കൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, സംഗമങ്ങളെ സഹായിക്കുന്നവർ,
നമ്മുടെ മജ്‌ലിസുകളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ചെയ്യുന്നവർ, വിശേഷിച്ച് മഹാനായ സയ്യിദ് സൈഫുദ്ദീൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ ചരിത്രപ്രസിദ്ധമായ മഞ്ചേശ്വരം മുറത്താണ ഗാന്ധിനഗർ ഈ ഉറൂസ് മുബാറക്കിലേക്ക് ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹകരിച്ച് സഹായിച്ച മുഅ്മിനുകൾ എല്ലാവർക്കും നാളെ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നിച്ച് സ്വർഗത്തിൽ കൂടാൻ അല്ലാഹു ഈ മജ്‌ലിസ് ഒരു നിദാനമായി, ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ധാരാളം മുഅ്മിനീങ്ങൾ ഖബറുകളിലുണ്ട്. അല്ലാഹു അവരുടെ ഖബറുകൾ സ്വർഗീയ പൂങ്കാവനങ്ങളാക്കി മാറ്റുമാറാകട്ടെ. ഇന്നോ നാളെയോ നമ്മളെല്ലാവരും മരിച്ചു പോകും. ആരെവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്നൊരു നിശ്ചയവുമില്ല. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈമാൻ സലാമത്തായി മരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് സാധുക്കളായ നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ കാമിലായ ഈമാനോടെ നമ്മുടെ ഖൽബിന്റെ വിളക്കായ പ്രകാശമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രധന്യമായ പൂമുഖം കണ്ട് ആ രസാനുഭൂതിയിൽ മരണവേദന അറിയാതെ ഉറക്ക ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സാധുക്കളായ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഭക്ഷണം തന്ന പ്രിയപ്പെട്ട മുഹമ്മദ് എന്ന സഹോദരൻ, ആ കുടുംബത്തിന് അല്ലാഹു അനുഗ്രഹം നൽകട്ടെ എന്ന് ദുആ ചെയ്ത്, സഹോദരങ്ങളെ, മധുരമാണ് മദീന എന്ന വിഷയത്തെ അധികരിച്ചു വേണമെന്ന് സംസാരിക്കാൻ, ഹക്ക് പോലെ പറയാനും അത് കേട്ട് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലോകത്ത് മദീന എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം പട്ടണം എന്നാണ്, സിറ്റി. മദീന എന്ന വാക്കിന്റെ അർത്ഥം സിറ്റി എന്നാണ്, പട്ടണം എന്നാണ്. അപ്പോ നമ്മുടെ കാസർഗോഡ് ഒരു മദീനയാണ്. അങ്ങനെ ഓരോരോ നാടുകൾ, ഇപ്പോ മദീനത്തുൽ ഹിന്ദ് എന്ന് പറയാം, അതല്ലെങ്കിൽ മദീനത്തു ത്രിഫാന്ത്രം എന്ന് പറയാം. അങ്ങനെ ഓരോന്നിനോടും പറയാം. പക്ഷേ മദീന എന്ന് പറഞ്ഞാൽ, മദീന എന്ന് മീൻസ് പട്ടണം. പട്ടണം എന്ന വാക്ക് ഒരു നാടിന് പേരായി വരിക, അത് ഒന്നേ സംഭവിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ ഖൽബിന്റെ വിളക്കായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാടായ മദീനയെ കുറിച്ചാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും അത്യുത്കൃഷ്ടമായ സ്ഥലം ഏതാണ്? അഇമ്മത്തുകൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠമായ ശരീരം, അവിടുത്തെ മുബാറക്കായ ശരീരം, പുണ്യഭൂമേനി ചേർത്തു വച്ചിരിക്കുന്ന സ്ഥലം ഏതാണോ അതാണ് ഈ ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമെന്ന് ഇമാമുൻ നവവി റഹിമഹുല്ലാ പറഞ്ഞതായി ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നു. ഇമാമുൻ നവവി തങ്ങൾ പറഞ്ഞു, അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സഹോദരങ്ങളെ, അല അന്ന മൗദിഅ ഖബരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളലു ബിഖാഇൽ അർദ്. അറിയണം, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ സ്ഥലം
അത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബ്റു ഷരീഫാണ്. അവിടുത്തെ ശരീരം ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. പിന്നീട് അതിനുശേഷം മക്കയാണോ മദീനയാണോ? പ്രബലരായ ആളുകൾ പറഞ്ഞു മക്കയാണ്, അല്ല മദീനയാണെന്ന് പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മറ്റൊരു നാടിന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനാ മക്ക ഔ അശദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. അല്ലാഹുവേ അല്ലാഹുവേ ഹബ്ബിബ് ഇലൈനൽ മദീന, മദീനയോട് ഖൽബിൽ ഇഷ്ടം തരണേ അല്ലാ. കഹുബ്ബിനാ മക്ക, എൻ്റെ കൽബിൽ മക്കയോട് ഇഷ്ടമുള്ളതുപോലെ, എൻ്റെ കൽബിൽ ജന്മനാടായ മക്കയോട് ഇഷ്ടമുള്ളത് പോലെ മദീനയോട് എൻ്റെ കൽബിന് ഇഷ്ടം തായോ അല്ലാ. ഔ അശദ്ദ, അല്ല അല്ല, മക്കയോടുള്ള ഇഷ്ടത്തെക്കാൾ ശക്തിയായ മഹബ്ബത്ത്, കഠിനമായ സ്നേഹം അതെനിക്ക് മദീനയോട് വേണം, തരണേ അല്ലാ. ഇമാം മുസ്നദ് അഹ്മദ് ഉദ്ധരിക്കുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹുബ്ബുൽ മദീനത്തി ഈമാനുൻ. മുഅ്മിനീങ്ങളെ, നമ്മൾ കേൾക്കുന്നത് മദീനയെ കുറിച്ചാണ്. ലോകത്തൊരുപാട് സിറ്റികളുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സിറ്റി ഏതാണ്? ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഡൽഹി. ഇന്ന് ലോകത്തത് വലിയ ചർച്ചയാണ്. കാരണം മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധം വായു മലിനീകരണം കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണ് ഡൽഹി. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി ജീവിക്കാൻ കഴിയാത്ത വിധം അന്തരീക്ഷ മലിനീകരണം കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി അതിനെപ്പറ്റി മിണ്ടുന്നില്ല, ഭരണാധികാരികൾ മിണ്ടുന്നില്ല. ആ വായു മലിനീകരണത്തിനെതിരെയുള്ള നടപടികൾ ക്രമാനുഗതമായി നടത്താൻ അവർക്ക് ശേഷിയില്ല. സഹോദരങ്ങളെ, ഇത് ഇന്ത്യയുടെ തലസ്ഥാനത്തെ പറ്റിയുള്ള വർത്തമാനമല്ല, ന്യൂയോർക്ക് സിറ്റിയെ പറ്റിയുള്ള വർത്തമാനമല്ല, ഷാർജയെ പറ്റിയോ അബുദാബിയെ പറ്റിയോ ദുബായിയെ പറ്റിയോ ടോക്കിയോ നഗരത്തെ പറ്റിയോ അല്ല. ലോകത്ത് ഹബീബായ തങ്ങളുടെ ഖബറു ഷരീഫിലേക്ക് അവിടുത്തെ ജനാസ വെച്ചത് മുതൽ ഈ നിമിഷം വരെയും ലോകം മുഴുവനും അങ്ങോട്ടേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഉണ്ടായിരുന്നപ്പോഴും സഞ്ചരിക്കുന്നു, ഷിപ്പ് ഉണ്ടായിരുന്നപ്പോഴും സഞ്ചരിക്കുന്നു, പായ്ക്കപ്പലുകൾ ഉണ്ടായിരുന്നപ്പോഴും സഞ്ചരിക്കുന്നു, കാൽനടയായിട്ടും സഞ്ചരിക്കുന്നു. ശറാബാ ചമൻ ഹേ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. ലോകമായ ലോകങ്ങൾക്കെല്ലാം മഹത്വമുണ്ടായത് എന്തുകൊണ്ടാണ്? മക്കത്തുൽ മുക്കറമായ്ക്ക് മഹത്വമുണ്ട്. മക്ക പണ്ടേ മഹത്വമുള്ളതാണ്. കാരണം മക്കയിലാണ് കഅബാലയമുള്ളത്. മക്കയിലാണ് മലക്കുകളാണ് കഅബാലയം പണിതത്. പിന്നീട് അമ്പിയാക്കൾ പുനർനിർമ്മിക്കുകയായിരുന്നു. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദസ്ഥലികളേറ്റ് പരിശുദ്ധമായ മക്ക, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദസ്ഥലികളേറ്റ് പരിശുദ്ധമായ മക്ക, ഹാജർ ബീവി റളിയല്ലാഹു അൻഹയുടെ പാദസ്ഥലികളേറ്റ് പരിശുദ്ധമായ മക്ക, സംസം കിണറുറവ പൊട്ടിയ മക്ക, മഹാനായ ഒരുപാട് പ്രവാചകന്മാരുടെ മഹാരഥന്മാരായ പ്രവാചക
പ്രവാചകന്മാരുടെ പാദസ്ഥലികൾ പതിഞ്ഞ പരിശുദ്ധ പരിശ്രേഷ്ഠമായ മക്ക, ഹജറുൽ അസ്വദുള്ള മക്ക. അങ്ങനെ മക്കയ്ക്ക് മഹത്വം പണ്ടേ ഉണ്ട്, മക്ക മഹത്വമുള്ളതാണ്. പക്ഷേ മദീനയുടെ മഹത്വം എന്താണ്? മദീനയുടെ പ്രത്യേകത എന്താണ്? മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. മക്കയുടെ പ്രത്യേകത ഒരുപാടാണ്. എന്നാൽ മക്കയിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന് വഫാത്താകാമായിരുന്നില്ലേ? ഇല്ല ഇല്ല. അള്ളാഹു മദീന എന്തിനാണ് തെരഞ്ഞെടുത്തത്? അത് പുന്നാര നബിയുടെ മഹത്വമാണ്, അവിടുത്തെ അളമത്താണ്, അവിടുത്തെ ബഹുമാനമാണ്. ആ പുന്നാര നബിയുടെ ബഹുമാനം ഒരു പ്രത്യേകതരം ബഹുമാനമാണ്. അതെന്താണ്? അന്അമത്തുൽ കുബ്റാ അലൽ ആലം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ആ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നതിലും അത്യത്ഭുതം നിറഞ്ഞ അമൂല്യമായ അത്യുന്നതമായ അത്ഭുതങ്ങളുടെ പറുദീസയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മദീനയിലേക്ക് ഒരു വിശ്വാസിയുടെ ഖൽബിങ്ങനെ തുടിക്കുകയാണ്. മദീന പോകാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ആരാണ്? അതാ മുഹിബ്ബീങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് താജ്മഹൽ കാണണ്ട, എനിക്ക് കുത്തബ് മീനാർ കാണണ്ട, എനിക്ക് ചെങ്കോട്ട കാണണ്ട, എനിക്ക് ലോകത്തൊരു സ്ഥലത്തേക്കും യാത്ര ചെയ്തു പോകണ്ട, ജപ്പാനിൽ പോകണ്ട, ടോക്കിയോവിൽ പോകണ്ട, ബീജിംഗിൽ പോകണ്ട, ലണ്ടനിൽ പോകണ്ട, ന്യൂയോർക്ക് സിറ്റിയിൽ പോകണ്ട, പോകണം മദീന, പോകണം മദീന. പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്നാ, പുന്നാര റൗദയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗദാ സുവനത്തിൽ കൂടുന്നതെന്നാണ്, ഹൃദയം ചേരുന്നതെന്നാണ്. എന്തിനാണ് മദീനയിൽ പോകുന്നത്? പാപം പെരുത്തോരു പാപിയാം ഞാൻ ഇന്നൻ പരനോടു യാചിക്കുന്നു. മദീന പ്രത്യേകതയുള്ള ഭൂമിയാണ്. വലൗ അന്നഹും ഇൻളമൂ അൻഫുസകും ജാഊ ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. മദീനയെ പറ്റിയുള്ള പരാമർശമാണ് സഹോദരങ്ങളെ. സ്വഹീഹ് മുസ്ലിമും ഇമാം ബുഖാരിയും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മദീനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നൽ മദീനത തംഫിന്നാസ കമാ യംഫിൽ കീറു ഖബസൽ ഹദീദ്. എന്താണ് മദീനയുടെ പ്രത്യേകത? സഹോദരങ്ങളെ, മദീനയുടെ പ്രത്യേകത ഇരുമ്പ്. ആ ഇരുമ്പിൽ തുരുമ്പുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ തുരുമ്പിനെ നമ്മളൊന്ന് ചൂടാക്കിയാൽ, ആ ഇരുമ്പിനെ നമ്മൾ നന്നായിട്ടൊന്ന് പഴുപ്പിച്ചാൽ, തീയിലിട്ടത് കത്തിച്ചു ഊതിച്ചാൽ അത് നന്നായിട്ട് തുരുമ്പെല്ലാം പോയി അത് നന്നായിട്ട് സ്ഫുടമാകുന്നതാണ്. സഹോദരങ്ങളെ, അത് സ്ഫുടമാകുമ്പോൾ അത് കാണാൻ മനോഹരമാണ്. ഒരു ഇരുമ്പിന്റെ കഷ്ണം അത് തീയിലേക്ക് വെച്ചിങ്ങനെ നിരന്തരമായി കത്തിക്കുമ്പോൾ ഒരു കറുകറുത്ത കരിക്കട്ട പോലെ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ ആ കഷ്ണം ചുവന്ന തുടുത്ത് മനോഹരമായി കാണുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? അതാണ് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നത് കാണാം. ഇന്നൽ മദീനത തംഫിന്നാസ കമാ യംഫിൽ
യൻഫിൽ കീറു ഖബസൽ ഹദീദ്. ഇരുമ്പിലുള്ള ചളികളെ നീക്കം ചെയ്യുന്നത് പോലെ ഓ മുഅ്മിനായ മനുഷ്യ, നിന്റെ ഖൽബിലുള്ള കറുപ്പുകളെ, നിന്റെ ഹൃദയത്തിന്റെ കറുപ്പുകളെ അത് നീക്കം ചെയ്യുമെന്ന് താജുദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ഖുർആൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് ആരെങ്കിലും പോയാൽ ഖൽബുമായി മദീനയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് നബിയേ, ഖൽബുമായി മദീനയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് നബിയേ, എൻ്റെ ഖൽബൊന്ന് കഴുകണം നബിയേ. ഇങ്ങനെ മദീനത്ത് പോയി പുന്നാര നബിയുടെ ഖബറു ഷരീഫ് സന്ദർശിച്ച് ആരെങ്കിലും മുത്ത് നബിയോട് തവസ്സുൽ നടത്തിയാൽ, ഇസ്തിഗാസ നടത്തിയാൽ, വിശ്വാസത്തോടെ ഒരാൾ മദീനത്ത് പോയാൽ, ഈമാനോടുകൂടെ ഒരാൾ മദീനത്ത് പോയാൽ അവന്റെ ഖൽബ് സ്ഫുടമാകുന്നതാണ്, സംശുദ്ധമാകുന്നതാണ്. കാരണം പുന്നാര നബിയുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് മദീനയിലെ മണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ദുആ ഇരുന്ന മണ്ണാണ് മദീനയിലെ മണ്ണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഇസ്തതഅ മിൻകും അൻ യമൂത ബിൽ മദീന ഫലമുത് ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ. നിങ്ങൾ ആരെങ്കിലും മദീനത്ത് പോയിട്ട് മരിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ മദീനയിൽ പോയിട്ട് മരിച്ചുകൊള്ളൂ. ആര് പറയുവാണ്? പുന്നാര നബി തങ്ങൾ പറയുവാണ്, ലോകത്ത് മരിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് ലോകത്ത് മരിക്കാൻ തിരഞ്ഞെടുക്കാവുന്ന സ്ഥലമേതാണ്? അത് ലോകത്തൊരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് മദീനയാണ്. മൻ ഇസ്തതാഅ മിൻകും അൻ യമൂത ബിൽ മദീന ഫൽയമുത് ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ. നിങ്ങൾ ആ മദീനത്ത് പോയി മരണപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ. ഇന്ന് പുതിയ ആളുകൾ, പുതിയ തലമുറയിലെ കുട്ടികൾ ടൂർ പോകുന്നത് പോലെ മദീനയിലേക്ക് പോകുകയാണ്. എന്റെ പ്രിയങ്കരനായ ഉസ്താദ്, ഞാൻ നിങ്ങളുടെ ഉള്ളാളത്ത് ഇവിടെ ഓതിപ്പടിച്ചൊരു മുത്തഅല്ലിമായിരുന്നു. മഹാനരായ താജുൽ ഉലമ ഉള്ളാള് തങ്ങളുടെ അടുക്കൽ അവിടെ അവിടുത്തെ ശിഷ്യൻ കൂടിയായ മറ്റൊരു ഉസ്താദുണ്ട്, താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ. എളിമയോടെ ജീവിച്ചിരുന്ന മനുഷ്യൻ, ഒരാളോടും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാത്ത മനുഷ്യൻ. അല്ലാഹുവേ, എളിമയുടെ പ്രതിരൂപമേ താഴക്കോട് ഉസ്താദ്, വിനയത്തിന്റെ പ്രതിരൂപമേ താഴക്കോട് ഉസ്താദ്, താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ എന്ന ശ്രേഷ്ഠനായ മഹാൻ. നമുക്കറിയുന്ന ഖസീദത്തുൽ ബുർദത്തു ശരീഫ ഇല്ലേ? ഇമാമുനാ ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ ബുർദത്തു ശരീഫ. ആ ഖസീദത്തുൽ ബുർദത്തു ശരീഫക്ക് അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദ മൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി എന്ന് തുടങ്ങുന്ന ഖസീദത്തുൽ ബുർദത്തു ശരീഫ, അത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹല്ലയോ, അത് അവിടുത്തെ പ്രകീർത്തനമല്ലയോ? ആ ഖസീദത്തുൽ ബുർദത്തു ശരീഫയ്ക്ക് മലയാളത്തിൽ മനോഹരമായി കാവ്യാവിഷ്കാരം നടത്തി. ദുസലമിലുള്ള കാരേ നിനച്ചതിനോ അതല്ല കാലിമതിൽ കാറ്റങ്ങടിച്ചതിനോ ഇരുളുറ്റ രാത്രി
രാത്രിയതിൽ ഇളമെന്ന താഴ്വരയിൽ നിന്നുള്ള മിന്നൽ പ്രകാശം കണ്ട കാരണമോ എന്തിനു പൊന്നു സുഹൃത്തേ നിന്റെ കണ്ണുകളിൽ രക്താശ്രുധാരകൾ നീ ചാലിട്ടൊഴുക്കിയത്? അങ്ങനെ ബുറുദയ്ക്ക് മലയാളത്തിൽ കാവ്യാവിഷ്കാരം നടത്തിയ അരനൂറ്റാണ്ട് കാലം മഹാനായ മദനി തങ്ങളുടെ ദർബാറിൽ ദർസ് നടത്തിയ എന്റെ പ്രിയങ്കരനായ ഉസ്താദ് താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ, അവിടുത്തെ മുന്നിലേക്ക് ഉംറയ്ക്ക് വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഉംറയ്ക്ക് പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ഉംറയ്ക്ക് പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് പുതിയ ആളുകൾ, ഇന്ന് യൂട്യൂബേഴ്സിന്റെ കാലമാണ്, ഇന്ന് ഇൻസ്റ്റഗ്രാം റീൽസുകളുടെ കാലമാണ്, ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കാലമാണ്, ഇന്ന് ഡിജിറ്റൽ ഡിവൈസുകളിൽ ന്യൂ ജനറേഷൻ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആ അഡിക്ഷനിൽ അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? സഹോദരങ്ങളെ, മദീനയിൽ പോകുന്നത് വീഡിയോ എടുക്കാനായ കാലമല്ലേ? പുന്നാർ നബിയുടെ റൗദാ ഷരീഫിന്റെ മുന്നിൽ പോയി നിന്നിട്ട് പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തിട്ട് ലൈക്കും ഷെയറും മേടിക്കാനല്ലേ, കമന്റ് മേടിക്കാനല്ലേ? അങ്ങനെ പുതിയ തലമുറ റീൽസ് ഇടാൻ വേണ്ടി മക്കത്ത് പോകുന്ന പുതിയ കാലമേ, പുതിയ തലമുറ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി മദീനത്ത് പോകുന്ന പുതിയ കാലമേ. അങ്ങനെയുള്ള പുതിയ കാലത്തെ തലമുറയിലെ വിദ്യാർത്ഥികളോട് മഹാനരായ എന്റെ പ്രിയങ്കരനായ ഉസ്താദ് താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടോ? ഞാൻ പണ്ട് ഹജ്ജിന് പോയത് കപ്പലിലാണ്. ഞങ്ങൾ ഇവിടുന്ന് കപ്പലിൽ ബോംബെയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടുന്ന് ട്രെയിൻ കയറി ബോംബെയിലെത്തി, ബോംബെയിൽ നിന്ന് ഷിപ്പ് കയറി അതാ മക്കയിലെ ലക്ഷ്യമാക്കി, മദീനയെ ലക്ഷ്യമാക്കി യാത്രയായി പോകുമ്പോൾ കടലിന്റെ അതികഠിനമായ തിരമാലകളുടെ തിരതല്ലലുകളേറ്റ് കടലിന്റെ ക്ഷോഭാവസ്ഥയിൽ എത്രയോ ആളുകൾ മരിച്ചുപോയി. ആ മരിച്ചുപോയ ആളുകളുടെ കൽബിലൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, മദീന കാണാൻ, മക്കം കാണാൻ, കഅബ കാണാൻ. റൗളാ ഷരീഫിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഖൽബ് പൊട്ടിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഖൽബ് പൊട്ടിയിട്ട് പറയാൻ ആഗ്രഹിച്ച ആളുകൾ, അവർക്ക് കഅബ കാണാൻ കഴിഞ്ഞില്ല, അവർക്ക് ഹജറുൽ അസ്വദ് മുത്താൻ കഴിഞ്ഞില്ല, സംസം കുടിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല, അവർക്ക് മദീനത്ത് പോകാൻ അവരുടെ ആഗ്രഹം സഫലമായില്ല. അവർ വഴിമധ്യേ വെച്ച് മരണപ്പെട്ടു പോകുകയാണ്. മരിച്ചുപോയ ആളുകളെ കപ്പലിൽ മരണപ്പെട്ടു പോയാൽ കടലിൽ തന്നെയാണ് ദഫൻ ചെയ്യുക. അങ്ങനെ 3 പേരെ ഞങ്ങൾ ദഫൻ ചെയ്തു, മയ്യത്ത് ജനാസ നിസ്കരിച്ചു എന്ന് താഴക്കോട് ഉസ്താദ് പറയുകയാണ്. അതുപോലെ മക്കയിലും മദീനയിലും ഹജ്ജിന് പോയിട്ട് കപ്പലിൽ തിരിച്ചു വരികയാണ്. നാട്ടിലേക്ക് വരാനുള്ള ഉത്കടമായ ആഗ്രഹമാണ്. ഒരു ഭാഗത്ത് മദീനയിൽ നിന്ന് യാത്ര പറയുമ്പോൾ പൊട്ടി പൊട്ടി കരയുകയാണ്. കാരണം ഇനി ഒരിക്കൽ ഈ മദീനയിലേക്ക് വരാൻ പറ്റുമോ? ഫ്ലൈറ്റ് സർവീസ് ഉള്ള കാലമല്ലല്ലോ. അന്ന് നമുക്ക് കയ്യിൽ ധാരാളം പണമില്ലല്ലോ. ഇന്ന് നമുക്ക് പൈസയുടെ മൂല്യം അറിയുമോ? അറിയില്ല. അന്ന് വലിയ വീടുകളില്ല, അന്ന് വലിയ കൊട്ടാരങ്ങളില്ല, കാറുകളില്ല, വാഹനങ്ങളില്ല, മാറ്റിയിടാൻ ധാരാളം ഷർട്ടില്ല, പാൻറില്ല, ചെരുപ്പുകളില്ല. ഇന്ന് പുതിയ തലമുറയിലെ മക്കൾക്കും എനിക്കും നിങ്ങൾക്കും എത്ര ജോഡി ചെരുപ്പാ, എത്ര ജോഡി പാൻറ്റാ, എത്ര ജോഡി ഷർട്ടുകളാ, നമുക്ക് കണക്കില്ലല്ലോ, ഓർമ്മയില്ലല്ലോ. പക്ഷേ ഷർട്ട് ധരിക്കാതിരുന്നൊരു തലമുറയില്ലേ? നടക്കാൻ, നടന്നു പോകാൻ ചെരുപ്പിടാൻ ചെരുപ്പില്ലാതിരുന്നൊരു തലമുറയില്ലേ? അവര് കൂട്ടി വെച്ച പണവുമായിട്ട് കപ്പലേറി മദീനയിൽ പോയി, മക്കയിൽ പോയി ഹജ്ജും ഉംറയും സിയാറത്തും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, മദീനയോട് ഖൽബ് പൊട്ടി യാത്ര പറഞ്ഞിട്ട് തിരിക്കുമ്പോൾ അവര് പലരും നാട്ടിലേക്ക് വന്നില്ല. താഴക്കോട് ഉസ്താദ് പറയുകയാണ്, നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ശക്തമായ കടൽക്ഷോഭം കാരണം പലർക്കും രോഗം പിടിപെട്ടു. ആ രോഗം മൂർച്ഛിച്ച് പലരും മരണപ്പെടുകയാണ്. അവരെയും ഞങ്ങൾ കടലിലേക്ക് ജനാസ താഴ്ത്തിയിറക്കിയെന്ന് എന്റെ പ്രിയങ്കരനായ ഉസ്താദ് താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ പറയുകയാണ്. അല്ലാഹുവേ, അവിടുത്തെ ദർജ നീ ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബുകൾ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൽബിൽ മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ പുതിയ തലമുറയിലെ
ചെറുപ്പക്കാരായ ചെറിയ കുട്ടികളാണ്. ഞങ്ങൾക്ക് ഉപദേശിക്കാൻ അർഹതയില്ല, ഞങ്ങൾക്ക് വയത് പറയാൻ യോഗ്യതയില്ല. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഇൽമും തഖ്വയും ഇഖ്ലാസും ഈമാനും ഇസ്തിഖാമത്തും മഹാന്മാരായ ഞങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്ന് ആളുകൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ഫ്ലൈറ്റ് കയറി അവിടെ പോയി ടോയ്ലറ്റിൽ പോകുന്ന കാലമാണ്. ഇത് ഉസ്താദിന്റെ ഭാഷയാണ്. കാരണം എന്തിനാണ് ആളുകൾ ടൂർ പോകുന്നത് പോലെ പോകുകയാണ്. മക്കയിലും മദീനയിലും പോകണ്ടെന്നാണോ ഉസ്താദെ നിങ്ങൾ പറയുന്നതല്ല, പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പോകുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? സാലിഹീങ്ങൾ പോയ മദീനയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് സയ്യിദുനാ ബിലാൽ പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫർ കൂട്ടത്തില് പുണ്യ കലിമത്തുറപ്പിച്ച പൂങ്കരള് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പുണ്യനബിയുടെ മദീനയിൽ ജീവിച്ചവരല്ലേ സയ്യിദനാ ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ പിന്നീട് മദീനയിൽ നിന്നില്ല, മദീന വിട്ടേച്ച് പോകുകയാണ്. മദീന വിട്ടേച്ച് പോകുകയാണ്. എവിടെയാണ് പോയത്? ഷാമിലേക്ക് പോയി, സിറിയയിലേക്ക് പോയി. സഹോദരങ്ങളെ, അവിടുത്തേക്ക് മദീന ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അവിടുത്തേക്ക് മദീനയോട് മഹബ്ബത്തല്ലേ? മഹബ്ബത്താണ്. പിന്നെന്തിനാണ് സയ്യിദനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോയത്? താങ്ങാനാകുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല. खुशगवार है चमन चमन के रोशनी वो लौंग लौंग शबनमी वो इतना प्यार नाम है नबी 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 वो भूल की चमन बना वो भूल की चमार बना वो लौंग लौंग शबनमी वो इतना प्यार नाम है नबी 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 नबी. അവരൊക്കെ ആഗ്രഹിച്ചത് എന്തിനാണ്? മദീനയിൽ നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ പുന്നാര നബിതങ്ങളില്ലാത്ത മദീന. അവർ ജീവിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, മദീനയുടെ പുറത്തുണ്ടായിരുന്നു, അവരോടൊപ്പം ഉണ്ടായിരുന്നു. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തില്ലാത്തൊരു മദീനയെ പറ്റി ചിന്തിക്കാൻ കഴിയണില്ല. അങ്ങനെ അവിടുന്ന് ഓടിപ്പോയതാണ് ഷാമിലേക്ക്, സിറിയയിലേക്ക്. സഹോദരങ്ങളെ, അപ്പൊ മുൻഗാമികളായ ആളുകൾ അവർ മദീനയ്ക്ക് വലിയ മഹത്വം കൽപ്പിച്ചിരുന്നു. കാരണം എന്താണ്? മദീനയ്ക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മഹത്വം നിങ്ങൾ കേൾക്കണേ. മദീനയുടെ മഹത്വങ്ങളിൽപ്പെട്ട ഒരു മഹത്വമാണ് സ്വലാത്തും ഫീ മസ്ജിദി ഹാദാ ഖൈറും മിന്നോ. യസ്രിബിലേക്ക് ആളുകൾ പോകാൻ മടിച്ചിരുന്നു. യസ്രിബിലേക്ക് ആളുകൾ പോകാൻ മടിച്ചിരുന്നു. യസ്രിബിലേക്ക് ആളുകൾ യാത്ര ചെയ്യാൻ മടിച്ചിരുന്നു. യസ്രിബിലേക്ക് ആളുകൾ യാത്ര ചെയ്യാൻ മടിച്ചിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന യസ്രിബിലേക്ക് മക്കയിൽ നിന്ന് എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ, മക്കയിൽ ജീവിതം അസഹ്യമായപ്പോൾ പൊന്നാര നബി തങ്ങൾക്ക് അല്ലാഹുവിന്റെ കൽപ്പന വന്നു ഹിജറ പോകാൻ. അങ്ങനെ മുത്തുനബി ഹിജറ പോയത് എവിടേക്കാണ്? മദീനയിലേക്ക്. ആ മദീനയിൽ അവർ ചെന്നപ്പോഴോ അൻസാരികളായ സഹാബത്ത് അവര് മദീനയുടെ അതിർത്തിയിൽ വന്ന് നിൽക്കുകയാണ്. ഇന്ന് വരുമോ മുത്തുനബി? നമ്മുടെ നാട് പോലെയല്ല. അറേബ്യൻ നാടുകളിൽ ഇപ്പോൾ തണുപ്പിന്റെ സീസണാണ്, അതികഠിനമായ തണുപ്പാണ്. ചൂടിന്റെ സമയമാണ്, അതികഠിനമായ ചൂടാണ്. പൊന്നാര നബി തങ്ങൾ വരുമെന്ന വർത്തമാനം കേട്ടിട്ട് മദീനക്കാരായ ആളുകൾ അവര് മദീനയുടെ അതിർത്തിയിൽ പോയി നിൽക്കുകയാണ്.
മദീനയുടെ അതിർത്തിയിൽ അവരെല്ലാരും കൂടെ പോയി നിന്നു. മുത്തുനബി വരുന്നുണ്ടോ? ആബാലവൃദ്ധം ജനങ്ങളും വയസ്സരായ ആളുകളും കുഞ്ഞുങ്ങളും ആണും പെണ്ണും നാനാ ജാതി മതസ്ഥരായ ആളുകളും എല്ലാവരും കൂടി പോകും. എന്തിനാണ് അവർ പോകുന്നത്? നബിതങ്ങൾ വരുണ്ടോ എന്ന് നോക്കാൻ. അങ്ങനെ അവരെല്ലാവരും കൂടി പോയി കാത്തു നിന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തു നിൽക്കും. മുത്തുനബി വന്നില്ല, അവർ തിരിച്ചു പോകും. പിന്നെ പിറ്റേന്ന് പ്രഭാതമാകുമ്പോൾ വീണ്ടും അവർ വരികയാണ്. രാവിലെ മുതൽ കാത്തു നിൽക്കുകയാണ്. നബി വരുന്നുണ്ടോ? അന്നും നബി വന്നില്ല. പിറ്റേന്നും അവർ കാത്തു നിന്നു. ആരാണ്? മദീനക്കാര്, അൻസാരികളെ മഹബത്ത് വെക്കണേ. അൻസാരികളോട് മഹബത്തില്ലാത്ത എന്നോട് മഹബത്തില്ല. അൻസാരികളെ മഹബത്ത് വെക്കണേ. അൻസാരികളോടുള്ള മഹബത്ത് എന്നോടുള്ള മഹബത്താണ്. ആ അൻസാരികളായ ആളുകൾ കാത്തു നിൽക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായ വെയിലുള്ള സമയമാണ്. അന്നേരത്ത് പിന്നീട് ഒരു ദിവസം വരികയാണ്. ഒരു ജൂതനായ മനുഷ്യൻ, അയാൾ ഈത്തപ്പനയുടെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നേരത്ത് ദൂരത്ത് നിന്നതാ ഒരു ഒട്ടകം വരികയാണ്. ആ ഒട്ടകം ഇങ്ങനെ മന്ദം വരുന്നത് കണ്ടപ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആദ്യമായി മദീനയിലേക്ക് പുന്നാര നബിതങ്ങൾ കടന്നു വരുമ്പോൾ അത് കണ്ടതാരാണ്? ജൂതനായ മനുഷ്യനാണ്. അതോ ജനങ്ങളെ, നിങ്ങൾ കാത്തു നിൽക്കുന്നയാളതാ വരുന്നു, അനുഗ്രഹീതനായ പ്രവാചകനതാ വരുന്നു എന്നയാൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അന്നേരത്ത് മദീന മുഴുവനും ആഹ്ലാദഭരിതമായി, മദീന മുഴുവനും സന്തോഷദായകമായി ആനന്ദത്തിന്റെ പാട്ടുപാടി, ആഹ്ലാദത്തിന്റെ പാട്ടുപാടി മദീന, ആനന്ദത്തിന്റെ നൃത്തമാടി മദീന. ചെറിയ മക്കള് തുള്ളിച്ചാടുകയാണ്, വൃദ്ധരായ ആളുകൾ തുള്ളിച്ചാടുകയാണ്, മതിമറക്കുകയാണ്. മദീനയിലേക്ക് ആര് വരുന്നു? ആഖായേ നാംദാർ താജ്ദാറേ മദീന, ഖൽബിന്റെ വിളക്കേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംറിൽ മുതാഇ ജിത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. ഈ പാട്ട് കേൾക്കാത്ത മുഅ്മിനീങ്ങളുണ്ടോ? ഈ പാട്ട് കേൾക്കാത്ത മുഅ്മിനീങ്ങളുണ്ടോ? ഈ പാട്ട് കേൾക്കാത്ത മുഹിബ്ബീങ്ങളുണ്ടോ? ഇതാരു പാടിയ പാട്ടാണ്? മദീനക്കാരായ അൻസാരികൾ പാടിയ പാട്ടാണ്. ഈ പാട്ടുകാർ പാടിയിട്ട് എത്ര വർഷം കഴിഞ്ഞു? നിങ്ങളൊക്കെ പാട്ട് കേൾക്കുന്നവരല്ലേ, പാട്ട് പാടുന്നവരില്ലേ? ഓൺലൈനിലൂടെ അങ്ങനെ പാടുന്നവരും കേൾക്കുന്നവരും എന്നെ കേൾക്കുന്നില്ലേ? ഒരു പാട്ട് നിങ്ങൾ എത്ര വട്ടം കേൾക്കും? 100 വട്ടം, 1000 വട്ടം, 10000 വട്ടം കേൾക്കുമോ? നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സോങ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അത് നിങ്ങൾ 100 വട്ടം കേട്ടാൽ 101ാമത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വിരസതയായിരിക്കും. 10000 വട്ടം കേട്ടിട്ട് 10001ാമത് അതിനൊരു വിരസതയുണ്ടാകും, ഒരു ആവർത്തന വിരസതയുണ്ടാകും. എന്നാൽ ത്വലഅൽ ബദ്റു എന്ന പാട്ട്, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാ. കേട്ടിട്ട് മതി വരുന്നുണ്ടോ? കേട്ടിട്ട് മതിയാകുന്നുണ്ടോ? ഇല്ല, മതി വരില്ല. കേട്ടാലും മതി വരില്ല. ഇത് ഖൽബിൽ നിന്ന് പുറപ്പെട്ട പാട്ടാണ്, ഇത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട പാട്ടാണ്. ആരുടെ ഖൽബിൽ നിന്ന്? അങ്ങേയറ്റം മഹബ്ബത്ത് പുന്നാര നബി തങ്ങളെ ഖൽബിൽ വെച്ച മഹബ്ബത്ത് ഏതെങ്കിലും ഫിലിം സ്റ്റാറിന് കൊടുത്തതല്ല, ഫുട്ബോൾ താരങ്ങൾക്ക് കൊടുത്തതല്ല, ഏതെങ്കിലുമൊക്കെ ദുനിയാവിന്റെ പൊളിറ്റിക്കൽ
പാർട്ടിയുടെ ലീഡേഴ്സിന് കൊടുത്തതല്ല. ഖൽബ് കൊടുത്തതാർക്കാണ്? ഖൽബ് കൊടുക്കേണ്ട നേതാവ് മുഹമ്മദ് മുസ്തഫ. ഓ ഫിദാക ബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. ഞങ്ങളുടെ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങളുടെ എല്ലാത്തിനേക്കാളും അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ പകരമേ ഇല്ല നബി എന്ന് ആത്മാർത്ഥമായി ഖൽബ് കൊണ്ട് സ്നേഹിച്ച അൻസാറുകളുടെ ഖൽബിൽ നിന്ന് പ്രണയാതുരമായി ഉറവട്ടി ഒഴുകിയ ആ പാട്ട് കാലങ്ങളെ അതിജയിച്ചു നൂറ്റാണ്ടുകൾ 1400 കഴിഞ്ഞില്ലേ. ഇന്നും അത് ഖൽബിൽ മുഹബ്ബീങ്ങൾക്ക് കേൾക്കുമ്പോൾ ആനന്ദമല്ലേ? ആവർത്തന വിരസതയില്ലല്ലോ. അത് കേട്ടിട്ട് മടുപ്പാകുന്നില്ലല്ലോ. അത് ത്വലഅൽ ബദ്റു എന്ന മുഹബ്ബീങ്ങളുടെ ഖൽബിൽ നിന്ന് ഉറവട്ടി ഒഴുകിയ പാട്ടിന്റെ ബറക്കത്താണ്. അൻസാരികൾ മുത്തുനബിയെ സ്വീകരിച്ചു. അന്നു മുതൽ മദീന എന്തായി? ഈമാനിന്റെ കേന്ദ്രമായി മദീന. അൽ ഈമാനോ യഅ്രിസു ഇലൽ മദീന കമാ തഅ്രിസുൽ ഹയ്യതു ഇലാ ഹുജ്രിഹാ. മദീന എന്താണ്? മദീന എന്താണ്? കേൾക്കണേ, ഖൽബ് കൊണ്ട് കേൾക്കണേ, കാതുകൾ കൂർപ്പിച്ച് കേൾക്കണേ. മദീനയുടെ പ്രത്യേകത, ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. പാമ്പതിന്റെ മാളത്തിൽ എന്നതുപോലെ ഈമാൻ അവസാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അവസാന നാളുകളിലാണ്. അതുകൊണ്ട് തന്നെ ഖൽബ് മദീനയിലേക്ക് മുഅ്മിനീങ്ങളുടെ ഖൽബ് തിരിയുമെന്ന് സഹോദരങ്ങളെ, ഇത് റജബ് മാസമാണ്. റജബുൻ ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ് മാസം. റജബ് മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാം. നമ്മൾ ദുആരക്കുകയാണ്, ഈ റജബിലും ശഅബാനിലും ബറക്കത്ത് തരണേ അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് ഔദാര്യമേകണേ അല്ലാഹ്. അതിനെ നോമ്പെടുക്കാൻ, അതിൽ തറാവീഹ് അടക്കമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഔദാര്യമേകണേ എന്ന് ദുആരക്കുന്ന മാസമാണ്. മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന അത്ഭുത പറുദീസകളുടെ മേൽ അത്ഭുത പറുദീസകൾ നിറഞ്ഞ അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന മഹത്തായ അത്ഭുതം നടന്ന മാസമാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. എന്താണ് മസ്ജിദുൽ അഖ്സായുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. മക്കയിൽ എവിടുന്നാണ് പുറപ്പെട്ടത്? ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അല്ല, നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെട്ടു, കഅബയുടെ അടുത്തുള്ള. എന്നിട്ടോ മസ്ജിദുൽ അഖ്സായിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ മർഹബാ, പുന്നാര നബി തങ്ങൾ ഇസ്രായിന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ മസ്ജിദുൽ അഖ്സായിലേക്ക് മക്കയിൽ നിന്ന് പോയപ്പോൾ അവിടെ എല്ലാവരും ആ പള്ളിയിൽ നിറച്ചും നിൽക്കുകയാണ്. ആരാണ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സാധാരണക്കാരായ ആളുകളല്ല. അബൂനാബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മൂസാ കലീമുല്ലാഹി, മൂസാ റൂഹുല്ലാഹി, ഈസാ ഖലീലുല്ലാഹി, ഇബ്രാഹീം
അലൈഹിമുസ്സലാം എല്ലാ അമ്പിയാക്കളും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മുത്തുനബി വന്നപ്പോൾ അവരെല്ലാവരും മുതുവുള്ളവരായി മസ്ജിദുൽ അഖ്സായിലെ പള്ളിയിൽ സഫ് കെട്ടി നിൽക്കുകയാണ്. പുന്നാര നബി തങ്ങൾ വന്നപ്പോൾ മർഹബൻ അഹ്ലൻ വസഹ്ല മർഹബായ മർഹബാ മർഹബൻ അഹ്ലൻ വസഹ്ല മർഹബായ മർഹബാ. വരൂ നബിയേ വരൂ നബിയേ മംഗളം സ്വാഗതം മർഹബാ. ആരാണ് സ്വീകരിക്കുന്നത്? അംബിയാ മുർസലീങ്ങൾ. മക്കത്തെ പള്ളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല, മദീനത്തെ പള്ളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഇന്നത്തെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ പള്ളിയിൽ അങ്ങനെ ഒരു മഹത്തായ സംഭവം ഉണ്ടായി. പുന്നാര നബിതങ്ങൾ ഇമാമായിട്ട് നിസ്കരിച്ചു. മാമൂമിങ്ങളായിട്ട് 1,24,000 വരുന്ന, മറ്റൊരഭിപ്രായ പ്രകാരം 2,24,000 വരുന്ന പ്രവാചക പ്രവീണന്മാരെല്ലാവരും ഒത്തുകൂടി ആ പള്ളിയിൽ മുത്തുനബി ഇമാമായി അവരെല്ലാവരും മാമൂമിങ്ങളായി നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയേ നബിയേ നബിയോരേ ഹസ്രത്ത് ഇബ്രാഹിം നബിയോരേ ഖലീലുല്ലാഹി എന്ന് ഖുർആൻ പറഞ്ഞ നബിയേ നബിയേ നബിയോരേ ഹസ്രത്ത് ഇബ്രാഹിം നബിയോരേ. അവിടുന്ന് എഴുന്നേറ്റിട്ട് പറയുകയാണ് ഹാദാ അഷ്റഫുൽ ഖൽഖ്. ഇതാരാണെന്നറിയുമോ? ഈ വന്നിരിക്കുന്നത് ആരാണെന്നറിയുമോ? അംബിയാ മുർസലീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അംബിയാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സായിലെ പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ് ഹാദാ അഷ്റഫുൽ ഖൽഖ്. ഇതാരാണ്? അല്ലാഹു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടി. കഅബയേക്കാൾ ഹജറുൽ അസ്വദിനേക്കാൾ സ്വർഗ്ഗത്തെക്കാൾ ലോകത്തെന്തെല്ലാം മഹത്വമുള്ളതുണ്ടോ? ശറാപാച്ച മൻഹേ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. ലോകത്ത് മഹത്വമുള്ള സാധനങ്ങൾക്കെല്ലാം മഹത്വമുണ്ടായത്, ലോകത്ത് ശ്രേഷ്ഠതയുള്ള വസ്തുക്കൾക്കെല്ലാം ശ്രേഷ്ഠതയുണ്ടായത് ഈ പുന്നാര നബിതങ്ങളെ കൊണ്ടാണ്. അങ്ങനെയുള്ള നബീദാ മസ്ജിദുൽ അഖ്സായിലെ പള്ളിയിൽ നമുക്ക് ഇമാമായി നിന്ന് നിസ്കരിച്ചു എന്ന് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നിങ്ങളെ ഈ അമ്പിയാക്കളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു പള്ളിയിൽ സംഗമിച്ചതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയൂല. അങ്ങനെ വലിയ മഹത്വമുള്ള ഇസ്രാ മിഅ്റാജ് നടന്ന മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു അതിന്റെ ബറക്കാത്തുകൾ നമുക്ക് തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുപോലെ മദീനയ്ക്കൊരു മഹത്വമുണ്ട്. എന്താണ് മദീനയുടെ മഹത്വം? ലോകത്തെ വിശ്വാസികളായ ആളുകൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ട, മറ്റു പ്രവാചകന്മാരുടെ അല്ല, മുത്തുനബിയുടെ ഉമ്മത്തികളിൽപ്പെട്ട ആ പ്രഥമ സത്യവിശ്വാസികൾ എല്ലാവരും സയ്യിദുനാ അബൂനാബുൽ ബഷർ, മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഈ പേരുകളൊക്കെ ഇങ്ങനെ വെറുതെ പറയുന്നതല്ല. ഇത് പറയുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടും, ഇത് പറയുമ്പോൾ നമുക്ക് കൂലി കിട്ടും, നമുക്ക് പാപങ്ങൾ പുറത്തു തരും. ഈ മജ്ലിസ്, ഇൽമിന്റെ മജ്ലിസ് വലിയ മഹത്വമുള്ളതാണ്. പുതിയ തലമുറയിലെ കുട്ടികൾ ആരും ഇൽമിന്റെ മജ്ലിസിൽ കാണുന്നില്ല. കുറെ പ്രായമുള്ള ആളുകളാണ് മജ്ലിസിലുള്ളത്. വാപ്പമാരെ, നിങ്ങളുടെ 15 വയസ്സായ മോനെവിടെ?
നിങ്ങളെ +2 പഠിക്കുന്ന മോളെവിടെ? അവർക്കാർക്കും വയത് കേൾക്കണ്ടേ വാപ്പാ? അവർക്കാർക്കും ഇതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കണ്ടേ ഉമ്മ? നിങ്ങളിങ്ങനെ തട്ടമിട്ട് പർദ്ദയിട്ട് വയതിന്റെ മജ്‌ലിസിൽ വന്നാൽ മതിയോ? പുതിയ തലമുറയിലെ ന്യൂ ജനറേഷൻ പിള്ളാര് ഈ തെരുവിന്റെ കവലകളിൽ ഇങ്ങനെ നടക്കുകയാണ്. അവരുടെ കയ്യിൽ മൊബൈലുകളുണ്ട്, ഡിജിറ്റൽ ഡിവൈസുകളിൽ തല താഴ്ത്തിയിട്ട് അവർ നടക്കുകയാണ്. അവർക്ക് വയത് വേണ്ട, മുത്തുനബിയുടെ മഹത്വം വേണ്ട. ഇത് നമ്മുടെ സമുദായത്തിന്റെ പരാജയമാണ്. സമുദായത്തിന്റെ പരാജയത്തിന്റെ തുടക്കമല്ല, ഒടുക്കമാണ്. പരാജയത്തിന്റെ അങ്ങേയറ്റമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വാപ്പമാരെ, ഞാൻ വാപ്പയാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഉമ്മ, നിങ്ങൾ വലിയ ഉമ്മയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ മക്കളെ വയതിന്റെ മജ്‌ലിസിൽ കൊണ്ടുവരാൻ, ദീന് പറയുന്ന മജ്‌ലിസ് കേൾക്കാൻ നിങ്ങൾ വാപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്ത് ഹാജിയാരാ? നിങ്ങളെന്ത് പ്രസിഡന്റാ? നിങ്ങളെന്ത് പള്ളി കമ്മിറ്റിയാ? നിങ്ങളെന്ത് ഖാദിയാരാ? നിങ്ങളെന്ത് നാട്ടുപ്രമാണിയാ? നിങ്ങളെന്ത് വയലിന്റെ മജ്‌ലിസിൽ നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. നിങ്ങൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, നിങ്ങൾ മാത്രം വയലിന് വന്നാ പോരാ. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, +2 പഠിക്കുന്ന, +1 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന, ഇന്നത്തെ പുതിയ ട്രെൻഡുകളുടെ പിന്നാലെ ഡിജിറ്റൽ ഡിവൈസുകളിൽ കഴുത്തു നട്ട് കൂനി കൂനി നടക്കുന്ന മക്കളില്ലേ? ആ മക്കളെ നരകത്തിലേക്കാണോ വാപ്പാ നയിക്കാനുള്ളത്? അതല്ല സ്വർഗത്തിലേക്കാണോ വാപ്പാ നയിക്കാനുള്ളത്? നിങ്ങൾക്കൊരു നല്ല രക്ഷകർത്താവാ, നിങ്ങൾ തന്റെ ഇടമുള്ളൊരു രക്ഷകർത്താവാണെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങളോടൊപ്പം കൊണ്ടുവരണം. കമ്പൾസറി അവർ മജ്‌ലിസുകളിൽ ഇരിക്കണം, അവരിത് കേൾക്കണം. ഇതൊരു വലിയ പരാജയമാണ് നമ്മുടെ സമുദായത്തിന്റെ. നമുക്കിന്ന് എല്ലാമുണ്ട്, പണമുണ്ട്, പത്രാസുണ്ട്, പക്ഷേ അളമത്തുകൾ മനസ്സിലാക്കാൻ നമ്മുടെ മക്കൾ, പുതിയ തലമുറയിലെ മക്കളില്ല. അതൊരു വലിയ പരാജയമല്ലേ? വലിയ പരാജയമാണ്. നോക്കൂ, ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്ങനെയുള്ള മദീന, ആ മദീനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് മുത്തുനബിയുടെ ഉമ്മത്തികളിൽപ്പെട്ട ആളുകളെല്ലാവരും സംഗമിച്ച സ്ഥലമാണ് മദീന. അംബിയാ മുർസലീങ്ങൾ എല്ലാവരും സംഗമിച്ച സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ. ലോകത്ത് മക്കത്തുൽ മുക്കറമ കഴിഞ്ഞാൽ പിന്നീട് മദീനത്തെ പള്ളിക്കാണ് ബഹുമാനമുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ബഹുമാനം വന്നത്? പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ മുത്തുനബിയുടെ ഉമ്മത്തികളിൽപ്പെട്ട എല്ലാവരും അന്ന് ആദ്യകാലത്ത് പ്രഥമ സംഗമം അത് നടന്നത് മദീനയിലാണ്. മദീനയിലാണ് ആ സംഗമം നടന്നത്. അതാണ് മദീനയുടെ പ്രത്യേകത. മാത്രമല്ല, മദീനയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. ഞാൻ മോശക്കാരനായിരിക്കാം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാൻ യോഗ്യതയൊന്നുമില്ലാത്തയാളായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ ദീനാണ്. ഞാൻ പറയുന്നത് പുന്നാര നബിതങ്ങളെ കുറിച്ചാണ്. അവിടുന്ന് ത്വയ്യിബാണ്, ത്വാഹിറാണ്, പരിശുദ്ധരാണ്. ആ മുത്ത് നബിയുടെ മഹത്വങ്ങളാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഇൽമിന്റെ മജ്‌ലിസിൽ നിങ്ങൾ ഇരുന്നാൽ, മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ടൊരു തോട്ടമാണ് ഈ ഇൽമിന്റെ മജ്‌ലിസ്. എന്നാൽ ഇതുപോലെ പറഞ്ഞ മറ്റൊരു സ്ഥലമുണ്ട്. അതേതാണ്? മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബർ ഷരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗമാണ് മദീന. എന്റെ ഖബർ ഷരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഭാഗമായ മദീനയുള്ള സ്ഥലം അത് പൂങ്കാവനമാണ്, സ്വർഗത്തിലെ തോട്ടമാണെന്ന് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. Spreading light love of Medina, charming songs love of Medina, catching depth love of Medina, Medina. ആ മദീനയ്ക്ക് എന്താണ് മഹത്വമുള്ളത്?
അവിടെ ആൾ എപ്പോഴും ദുആ ഇരക്കും. ആരാണ് ദുആ ഇരക്കുന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ എന്താണ്? അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക. പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 24 രാജ്യങ്ങളുടെ തലവനാണ്. 24 രാജ്യങ്ങളുടെ 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുള്ള അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. അവിടുന്ന് ധരിച്ചിരിക്കുന്ന കുപ്പായം എന്റെ പോലത്തെ കുപ്പായമല്ല. 7 8 കഷ്ണം തുണികൾ കൊണ്ട് തുന്നിച്ചേർത്ത കുപ്പായം 24 രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്നു. ആ മഹാൻ ദുആ ഇരക്കുകയാണ്. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക. അല്ലാഹുവേ നിന്റെ മാർഗ്ഗത്തിൽ എനിക്ക് രക്തസാക്ഷിത്വം നൽകണേ അല്ലാഹ്. വജഅൽ മൗതി ഫീ ബലദി റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം. വജഅൽ മൗതി, എന്റെ മരണമാകണം നിന്റെ പുന്നാര നബിയുടെ നാട്ടിലാകണം. മദീനയിൽ വെച്ച് മരിപ്പിക്കണേ അല്ലാഹ്. മദീനയിൽ വെച്ച് മരിപ്പിക്കണേ അല്ലാഹ്. മദീനയ്ക്ക് പുറത്ത് ഒരു സമരത്തിൽ പങ്കെടുത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ ഒരു ഡീപ്പായ മുറിവുണ്ടായി. ആ മുറിവിൽ നിന്ന് രക്തം ഇങ്ങനെ പമ്പ പോലെ ഒഴുകാൻ തുടങ്ങി. രക്തം ഇങ്ങനെ ചീറ്റിത്തെറിക്കാൻ തുടങ്ങി. അവിടുത്തെ മരണം അവിടുന്ന് ഉറപ്പിച്ചൊരു ഘട്ടമായിരുന്നു ആ ഘട്ടം. പക്ഷേ ആ സ്ഥലം മദീനയുടെ പുറത്താണ്. എല്ലാവരും വന്നിട്ട് മഹാനവറുകളെ പിടിക്കുകയാണ്. എല്ലാവരും വന്നിട്ട് മുറിവ് കെട്ടുകയാണ്. മഹാനവറുകൾ അപ്പോൾ ദുആ ഇരക്കുകയാണ്. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക വജഅൽ മൗതി ഫീ ബലദി റസൂലിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ എനിക്ക് നീ ഷഹാദത്ത് തരണേ അല്ലാഹ്. പക്ഷേ മദീനയുടെ പുറത്ത് വെച്ച് മരിപ്പിക്കല്ലേ തമ്പുരാനെ. എന്നെ മരിപ്പിക്കേണ്ടത് മദീനയിൽ വെച്ചാകണേ അല്ലാഹ് എന്ന് ദുആ ഇരക്കുകയാണ്. എന്ത് സംഭവിച്ചു? അവിടുന്ന് സുബഹി നിസ്കാരത്തിന് മദീനയിലെ പള്ളിയിൽ വുളുവെടുത്ത് മദീനയിലെ പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാണ്. എത്ര മനോഹരമായ മരണമാണ്! അവിടുന്ന് ആശിച്ചതുപോലെ ഷഹാദത്ത്, അവിടുത്തേക്ക് രക്തസാക്ഷിത്വം കിട്ടി. ഒരു മനുഷ്യൻ വന്നൊരു മജൂസിയായ മനുഷ്യൻ വന്ന് വിഷത്താൽ ഊട്ടപ്പെട്ട ഒരു കഠാര കത്തിയുമായി വന്നിട്ട് കുത്തുകയായിരുന്നു പിന്നിൽ നിന്ന്. ആ മിഹ്റാബിലേക്ക് ചരിഞ്ഞു കിടന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമ്മമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിനകത്ത് ഒഴിച്ചാൽ മതി, അതിന്റെ കൂട്ടത്തിൽ ഒഴിച്ചാൽ മതി. എല്ലാ ഉമ്മമാരും വളരെ ആത്മാർത്ഥമായി സഹകരിക്കുക. അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. എല്ലാവരുടെ കൽബിലുമുള്ള മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷണങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തൊട്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് തന്നെ വഫാത്തായി. മെഹ്റാബിൽ വെച്ച് വഫാത്തായി. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അവിടത്തേക്ക് ഭാഗ്യം എന്തുണ്ടായി? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറപ്പെട്ട് കിടക്കുന്നു. തൊട്ടടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറപ്പെട്ട് കിടക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറടങ്ങി. അവർ മദീനയെ ഇഷ്ടം വെച്ചു. അവർ മദീനയെ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. മദീന പള്ളിയിൽ അവർ വല്ലാതെ മഹബ്ബത്ത് വെച്ചു. അത് ഈമാനിന്റെ ഭാഗമാണ്. എല്ലാ മദീനയിൽ മദീനയിൽ പലപ്പോഴും ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകളുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദീനയിൽ നമ്മൾ പോകുമ്പോൾ ചില ആളുകളൊക്കെ ഹജ്ജിനോ ഉംറയ്ക്കോ പോകുന്ന സമയത്ത് അവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകും.
പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയാൽ ചിലപ്പോ കടക്കാരൻ ചിലപ്പോ പറ്റിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു, ഓ ആ മദീനയെ പോയിട്ട് മേടിച്ചതാണ്, അത് പൊട്ടൻ സാധനം എന്ന് പറയരുത്. പഠിക്കണേ പഠിക്കണേ, കേൾക്കണേ കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. മദീനയിൽ പോയപ്പോൾ അതികഠിനമായ തണുപ്പായിരുന്നു. ഇതെന്തൊരു തണുപ്പാണ് പറയല്ലേ. മദീനയിൽ നിങ്ങൾ പോയപ്പോൾ അതിശക്തമായ ചൂടായിരുന്നു. ഇതെന്തൊരു ചൂടാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയല്ലേ. ലാ യസ്ബിറു അലൽ ആവാഇൽ മദീനതി വശിദ്ദതിഹാ അഹദുൻ ഇല്ലാ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ. മദീനയിലെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ക്ഷമയോടെ സഹിക്കണം. അന്ത്യനാളിൽ എന്റെ മദീനയെ പറ്റി നിങ്ങൾ ഒന്നും പറയല്ലേ. നബി തങ്ങൾ പറയുകയാണ്, ലാ യസ്ബിറു അലൽ ആവാഇൽ മദീനതി വശിദ്ദതിഹാ അഹദുൻ ഇല്ലാ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ. നിങ്ങൾ മദീനത്ത് പോയാൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ മദീനയെ കുറ്റം പറയല്ലേ, മദീനക്കാരെ കുറ്റം പറയല്ലേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ ക്ഷമിച്ചേക്കണേ, നിങ്ങൾ സഹിച്ചേക്കണേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നാളെ ശുപാർശ ചെയ്യുമെന്ന് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ. മദീനയിലെ ആ അന്തരീക്ഷത്തിലെ ചൂട് സഹിച്ചാൽ അതിന് കൂലിയാണ്, മദീനയിലെ തണുപ്പ് സഹിച്ചാൽ അതിന് കൂലിയാണ്. മദീനയിൽ നിങ്ങൾ പോയപ്പോൾ എന്തെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടാക്കി നിങ്ങളെ പ്രയാസപ്പെടുത്തി, എന്നാൽ അത് നിങ്ങൾ സഹിച്ചാൽ അതിനും കൂലിയാണ്. അതെന്താ കൂലി? ശഫീഅൻ യൗമൽ ഖിയാമ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ. ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്ന്, ഞാൻ നിങ്ങൾക്ക് നാളെ ഷാഫി ആകുമെന്ന് മുഹമ്മദ് മുസ്തഫ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, من تصبح كل يوم 7 تمرات أجوة لم يضره في ذلك اليوم سم ولا سحر. മനോഹരമായ ഒരു ഹദീസ്. മദീനയിൽ അവിടെയുള്ള വിളവുകൾക്ക് നബിതങ്ങൾ പ്രത്യേകം ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സഅഇനാ വമുദ്ദിനാ എന്നൊക്കെ നബിതങ്ങൾ എപ്പോൾ, അത് ഏറ്റവും കൂടുതൽ മുത്തനബിയുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് മദീന. അവിടുത്തെ വിളവുകൾക്ക് വേണ്ടി, കൃഷികൾക്ക് വേണ്ടി ഒക്കെ മുത്തനബി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മദീനയിൽ ഒരു പ്രത്യേക തരം ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പഴം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്താണ് അവിടുന്ന് പറയുന്ന ഹദീസ്? അജ്വ എന്നൊരു ഈത്തപ്പഴമുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അജ്വ എന്ന ഈത്തപ്പഴമുണ്ട്. മൻ തസബ്ബഹ കുല്ല യൗമിൻ 7 തംറാത്തിൻ അജ്വ. ആരെങ്കിലും ഒരാൾ പ്രഭാതത്തിൽ വെറും വയറ്റിൽ 7 അജ്വ ഈത്തപ്പഴം കഴിച്ചാൽ ലം യദുറഹു ഫീ ദാലിക്കൽ യൗം സുമ്മുൻ വലാ സിഹ്റുൻ. അവന് വിഷം തീണ്ടുകയില്ല, അവന് സിഹ്ർ, അവന് മാരണങ്ങൾ ഏൽക്കുകയില്ല. അജ്വ എന്താണ്? അജ്വ മരത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എന്താണ് അജ്വയുടെ കഥ എന്നറിയുമോ? ഞാൻ നേരത്തെ മക്കയുടെ മഹത്വം പറഞ്ഞില്ലേ, അതുപോലെ മദീന അല്ലാഹു തെരഞ്ഞെടുത്തൊരു ഭൂമിയാണ്. മദീന അല്ലാഹു തെരഞ്ഞെടുത്തൊരു ഭൂമിയാണ്. പുന്നാര നബി തങ്ങളുടെ സാന്നിധ്യമാണ് മദീനയ്ക്ക് മഹത്വം ഉണ്ടാക്കിയത്. എന്നാൽ ആ മദീന നബി തങ്ങളെ കാക്കാൻ തുടങ്ങിയിട്ട് മക്കയിൽ അവിടുന്ന് പിറന്നതിന് ശേഷമല്ല, അതിനു മുമ്പേ മദീന മുത്തുനബിയെ കാത്തിരിക്കുകയാണ്. അജുവാമരത്തിൻ്റെ കഥ പറയാം ഞാൻ, അജുവാമരത്തിൻ്റെ കഥ പറയാം, അജുവാമരത്തിൻ്റെ കഥ പറയാം ഞാൻ, അജുവാമരത്തിൻ്റെ കഥ പറയാം. നബി തങ്ങൾ ജനിക്കുന്ന മുന്നേ 1000 കൊല്ലങ്ങൾ മുന്നേ യമനിലെ തുബ്ബഅ് രാജാവ് വന്നു, മദീനയിൽ മരങ്ങൾ നട്ടു. നബിക്കായി അജ്വ മരങ്ങൾ നട്ടു.
എങ്ങനെയാണ് മദീനയിൽ അജുവാ മരങ്ങൾ ഉണ്ടായത്? പുന്നാര നബി തങ്ങൾ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്നൊരു രാജാവ് വന്നിരുന്നു മദീനയിൽ. ആ രാജാവ് തുബ്ബ രാജാവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മദീനയിൽ വരികയാണ്. മദീനയിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം 40ഓളം പണ്ഡിതന്മാരുണ്ട്, അതല്ല 400ഓളം പണ്ഡിതന്മാരുണ്ട്. അവരെല്ലാവരും കൂടി യമനിൽ നിന്ന് യാത്ര ചെയ്ത് മദീനയിൽ വരികയാണ്. അദ്ദേഹം മദീനയിലെ മണൽത്തരികളെ സാക്ഷിയാക്കി പറഞ്ഞു, ഇത് പുന്നാര വാഗ്ദത്ത പ്രവാചകൻ വരുന്ന മണ്ണാണ്. ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദ് അൽഹംദുലില്ലാഹ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ ആലിമീങ്ങൾ ഉസ്താദുമാർ, മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹുവേ അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, തങ്ങളുപ്പാപ്പ മന്ത്രിച്ച തേനുണ്ടെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങളൊക്കെ എല്ലാവരും അത് ബറക്കത്തിന്റെ അലൈക്കും ബിശിഫാഇൻ അൽ ആസിൽ, നിങ്ങൾക്ക് തേനിൽ ശിഫ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ തേന് നിങ്ങൾ എല്ലാവരും സ്വീകരിക്കണം. അല്ലാഹു നിങ്ങൾക്ക് അതുകൊണ്ട് ബറക്കത്തും അനുഗ്രഹവും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പോ നല്ലൊരു സംഭാവനയും കൊടുക്കണം കേട്ടോ. എല്ലാവരും സ്വീകരിച്ച് നല്ലൊരു സംഭാവനയും കൊടുക്കണം. ഇത് മഹാനായ സൈഫുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറാണല്ലോ. ഈ ദർബാറിൽ നിന്ന് മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മന്ത്രിച്ച തേൻ നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി മേടിച്ചുകൊണ്ട് പോകണമെന്നേ ഉള്ളൂ. ഈ മജ്ലിസിന്റെ ആദമത്ത്, നമ്മുടെ മദീനയുടെ മഹത്വം പറഞ്ഞ മജ്ലിസാണ്. ആ മജ്ലിസിന്റെ ബറക്കാത്ത് കൊണ്ട്, അതിന്റെ ആദമത്ത് കൊണ്ട് അത് നമ്മൾ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു പോരിശയുണ്ടാകും. അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ പോരിശ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ അജ്വാ മരത്തിനൊരു ചരിത്രമുണ്ട്. അജ്വാ എന്ന് പറയുന്ന ഈത്തപ്പഴത്തിന് മദീനത്തെ ഈത്തപ്പഴമാണ് അജ്വാ. ആ അജ്വാ മരത്തിനൊരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് യമനിൽ നിന്ന് തുബ്ബ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് വന്നിരുന്നു. ആ രാജാവിന്റെ കൂടെ 40ഓളം അല്ല 400ഓളം പണ്ഡിതന്മാർ വന്നിരുന്നു. അങ്ങനെ അവര് മദീനയിൽ വന്നു താമസിച്ചു. അപ്പോൾ തുബ്ബ രാജാവ് അവിടെ തോട്ടങ്ങൾ പണിതു. ആ തോട്ടങ്ങളാണ് അജ്വാ മരത്തിന്റെ തോട്ടങ്ങൾ. അത് പിൽക്കാലത്ത് അതിന്റെ പരമ്പരകളാണ് അജ്വയായി വളർന്നത്. പുന്നാര നബി തങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണത്രേ. അവിടെ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ വീടില്ലേ, ഹിജ്റ കഴിഞ്ഞ പുന്നാര നബി തങ്ങൾ വന്നപ്പോൾ, നബിയേ എന്റെ വീട്ടിൽ വന്നാലും എന്റെ വീട്ടിൽ നല്ല സൗകര്യമാണ്, എന്റെ വീട്ടിൽ താമസിക്കാമെന്ന് ഓരോ അൻസാരിയും പുന്നാര നബി തങ്ങളെ വിളിച്ചപ്പോൾ, എന്റെ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കോ, ഖദ് മഅമൂറാ, അതിന് കൽപ്പന ലഭിച്ചിട്ടുണ്ട്. എന്റെ ഒട്ടകം ഖസ്വാ എന്ന ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് ഞാനിന്ന് താമസിക്കുന്നത്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് പുന്നാര നബി തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയത്. ആ വീട് തുബ്ബ രാജാവ് നിർമ്മിച്ച വീടായിരുന്നു. അത് പരമ്പരയായി കൈമാറി വന്ന അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ കയ്യിലെത്തിയതാണ്. ഈ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ വഫാത്തായി കിടക്കുന്നത് എവിടെയാണ്? അങ്ങ് സിറിയയിലാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ മദീനക്കാരനല്ലേ, നബി തങ്ങളെ സ്വീകരിച്ചയാളല്ലേ. അവിടുത്തെ ഖബർ ഷരീഫ് സിറിയയിലാണ്. അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ മദീനയിൽ ഇരുന്നിരുന്നെങ്കിലോ മുത്തുനബിയെ സ്വീകരിച്ചയാളുടെ കുടുംബമാണെന്ന് പരമ്പരയായി വന്നിട്ട് ആ ഒരു അധ്വാനവും ഇല്ലാതെ വരുന്ന ആളുകളെല്ലാം അവർക്ക് പണം കൊടുത്ത ആ കുടുംബം എന്തും അവിടെ ഉണ്ടായിരുന്നേനെ. പക്ഷേ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ അവിടെ നിന്നില്ല. മദീന വിട്ടവിടുന്ന് യാത്ര ചെയ്തു പോയി. എങ്ങോട്ടാണ് പോയത്? ഷാമിലേക്കാണ് പോയത്. ഇന്നത്തെ സിറിയ, ജോർദാൻ, ഫലസ്തീൻ തുടങ്ങിയ സ്ഥലമാണ് അന്നത്തെ ഷാം. അവിടെയാണ് അവിടുത്തെ ഖബറുള്ളത്. സഹോദരങ്ങളെ, അവരൊക്കെ മദീന വിട്ടിട്ട് പോയത് മദീനയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ ഹബീബായ തങ്ങളുടെ സന്ദേശം അവർ ഏറ്റെടുത്തു കൽബ് കൊണ്ട്.
ആ സന്ദേശത്തിന്റെ പ്രചരണാർത്ഥം അവർ യാത്ര ചെയ്തു പോയതാണ്. അങ്ങനെ മഹത്വമുള്ള മദീന, ആദരണീയരായ മിസ്ബാഹ് ഉസ്താദ് അവർകൾ വന്നില്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഒരു ചെറിയ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ത്വയ്ബ എന്ന മദീനയ്ക്ക് പേരുണ്ട്, ത്വാബ എന്ന പേരുണ്ട്. അർദുൽ ഹിജ്റ, അൽ ജന്നത്തുൽ ഹസീന, അൽ ഹബീബ, ഹറമ റസൂലില്ലാഹ്, ദാറുൽ അബ്റാർ, ദാറുസ് സുന്ന, ദാറുൽ മുസ്തഫ, ദാറുൽ ഈമാൻ. അങ്ങനെ ധാരാളം പേരുകൾ മദീനയ്ക്കുണ്ട്. കാരണം പുന്നാര നബി തങ്ങളുടെ മദീനയ്ക്ക് ഇത്രമേൽ വലിയ മഹത്വം ഉണ്ടാകാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനത്തി ളിഅഫൈ മാ ജഅൽത ബിമക്ക മിനൽ ബറക. അല്ലാഹുവേ, മക്ക ബറക്കത്തുള്ള നാടാണ്, മക്ക ബറക്കത്തുള്ള നാടാണ്. എന്റെ മദീനക്ക് നീ ബറക്കത്ത് ചെയ്യണം. മക്കയ്ക്ക് നീ ചെയ്ത ബറക്കത്തിനേക്കാൾ ഇരട്ടി ഇരട്ടി ബറക്കത്ത് മക്കയ്ക്ക് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ മദീന വലിയ ബറക്കത്തുള്ള മണ്ണാണ്. മക്കയിൽ അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, വലീദുണ്ട്. മക്കയിൽ അങ്ങനെ ചില ഗജപോക്കിരികളുടെ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ലഅനത്തുല്ലാഹി അലൈഹിം. എന്നാൽ മദീനയിൽ അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റിയ ഒരു പോക്കിരിയും ഇല്ല, ഒരു തെമ്മാടിയും മദീനയിലില്ല. മദീനക്കാര് മുത്തവല്ലി ശഅറാബി പറയുന്നത് കാണാം, അവിടുത്തെ സീറത്തുൻ നബവിയിൽ പറയുന്നുണ്ട്, മദീനയിൽ അവർ നല്ല നിഷ്കളങ്കരായ നല്ല മനുഷ്യരാണ് മദീനക്കാര്. ഇസ്ലാം ആരംഭിച്ചത് മക്കയിലാണ്, ഇസ്ലാം വളർന്നത് മദീനയിലാണ്. അതെന്തിനാണ്? അതൊരു ഹിക്മത്താണ്. മക്കയിൽ വലിയ പണക്കാരാണ്, മുതലാളിമാരാണ്. അപ്പോൾ മദീനയിൽ പാവങ്ങളാണ്. പാവങ്ങളുടെ അടുത്ത് വന്നാണ്, മദീനയിൽ വന്നാണ് ഇസ്ലാം വളർന്നത്. മക്കയിൽ നിന്ന് തുടങ്ങി. ഇനി മദീനയിൽ നിന്ന് തുടങ്ങിയിരുന്നെങ്കിലോ മക്കക്കാര് കൊമ്പന്മാരാണ്, അവർ അംഗീകരിക്കില്ല. ഇത് മുത്തവല്ലി ശഅറാബി പറഞ്ഞ ചിന്തകളാണ് സഹോദരങ്ങളെ. അങ്ങനെ മദീന പാവങ്ങളുടെ നാടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും റമദാനിൽ മദീനയിൽ പോയാൽ ഇന്നും അൻസാരികളുടെ ആതിഥ്യ സ്വീകരണം കാണാം. അവരിങ്ങനെ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ പല സ്ഥലത്തും സുപ്ര വിരിച്ചിട്ടുണ്ടാകും. ചെറിയ അൻസാരികളായ മക്കൾ ഇങ്ങനെ വന്ന് നമ്മുടെ കയ്യിൽ പിടിക്കും. കൈഫ ഹാലുക്കും, കൈഫ അഖ്ബാറുക്കും, നഹ്നു മഅക്കും. നിങ്ങൾ ഞങ്ങളെ കൂടെ വരൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അഹ്ലൻ ബിക്കും ഇലാ, എന്താണ്? നോമ്പ് തുറയ്ക്ക് വേണ്ടി അവർ ക്ഷണിക്കുകയാണ്, അവരുടെ സുപ്രകളിലേക്ക് അവർ ക്ഷണിക്കുകയാണ്. ഈ അൻസാരികളായ ചെറിയ മക്കൾ ഇന്നും നിങ്ങൾക്ക് മദീനയിൽ പോയാൽ അത് കാണാൻ പറ്റും. എന്നാൽ മക്കയിൽ അങ്ങനെ കാണണമെന്നില്ല. അങ്ങനെ മദീന അത് മധുരമാണ്, മദീന അത് വളരെ ശ്രേഷ്ഠമുള്ളതാണ്, മദീന അത് വലിയ ബഹുമാനമുള്ളതാണ്. മദീനയെ നമ്മൾ മഹബ്ബത്ത് വെക്കണം, മദീനയെ നമ്മൾ ഇഷ്ടപ്പെടണം, മദീനയിൽ നമ്മൾ പോകണം. മൻസാറ ഖബരി വജബത്ത് ലഹു ശഫാഅത്തി. ആരെങ്കിലും എൻ്റെ മദീനയിൽ ഇഷ്ടത്തോടെ വന്നാൽ അവർക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നതാണ്. വലം യസുർനി ഫഖദ് ജഫാനി. ഇന്ന് ചില ആളുകൾ പറയുന്നില്ലേ, എന്തിനാണോ മദീനയിൽ പോകുന്നത്, മദീനയിൽ ആരാണോ എന്ന് ചോദിക്കുന്നില്ലേ ചില അഭിനവ വഹാബികൾ. അതരുത്, അത് വലിയ കുറ്റമാണ്. അവൻ മദീനയോട് പിണങ്ങിയവനാണ്. വമല്ലം യസുർനി, എൻ്റെ മദീനത്ത് എന്നെ കാണാൻ വന്നില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. ഒരു സംഭവം പറയട്ടെ. ഞാൻ മദീനയിൽ ഒരു മുസ്ലിമായ ആളുണ്ടായിരുന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിണങ്ങി. അയാൾ പിണങ്ങിയിട്ട് നബി തങ്ങളോട് അകൽച്ചയായി. അയാൾ മുഅ്മിനായിരുന്നു, മുസ്ലിമായിരുന്നു. നബി തങ്ങളോട് ആരെങ്കിലും പിണങ്ങിയാൽ അവന്റെ അവസ്ഥ എന്താണ്? അയാൾ മദീന വിട്ടു. കാന റജുലുൻ യുദ്ഹിറുൽ ഇസ്ലാമ ഫഅസാ ഇലൻ നബി സല്ലല്ലാഹു
അലൈഹി വസല്ലം അയാൾ ഇസ്ലാമിലായി മദീനയിൽ ഉണ്ടായിരുന്നു. എന്തോ ചില വിഷയങ്ങളിൽ തർക്കമുണ്ടായി, നബിയോട് പിണങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫന്തലഖ ഇലൽ യഹൂദ്, അങ്ങനെ അയാള് യഹൂദികൾ താമസിക്കുന്ന നാട്ടിലേക്ക് പോയി. ഫമാത ഇൻദഹും, അവിടെ വെച്ച് അയാൾ മരണപ്പെട്ടു പോയി. ഫദഫനൂഹു, അങ്ങനെ അവരയാളെ കഫൻ പുടവ ധരിപ്പിച്ച് ഒരു ഖബർ മാന്തിയിട്ട് ആ ഖബറിൽ കൊണ്ടുപോയി വെച്ചു. ഫലഫദതുഹുൽ അർളാ, പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അതാ ഖബറിൽ അടക്കം ചെയ്ത മനുഷ്യൻ പുറത്ത് കിടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പിണങ്ങിയവനെ ഭൂമിക്ക് വേണ്ട, അവനെ പുറന്തള്ളിയിരിക്കുകയാണ് ഖബർ. ജനങ്ങളെല്ലാവരും ചേർന്ന് മറ്റൊരു കുഴിയെടുത്തു കുഴിച്ചു. ആ കുഴിയിൽ അയാളെ അടക്കം ചെയ്തു. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ അവര് കാണുന്നത് എന്താണ്? ആ ഭൂമി ഫലഫദതുഹുൽ അർളാ, ഭൂമി അയാളെ പിറ്റേന്ന് പ്രഭാതത്തിൽ അയാൾ പുറത്ത് കിടക്കുകയാണ്. മുത്തുനബിക്ക് വേണ്ടാത്തവനെ എനിക്കും വേണ്ട എന്ന് ഭൂമി പറയുകയാണ്. അങ്ങനെ അവര് പിന്നെയും അതുപോലെ മൂന്നാമതും ഖബറടക്കി. പിറ്റേന്ന് പ്രഭാതത്തിലും അവന്റെ ജനാസ പുറത്തു തന്നെ. ജനങ്ങൾക്ക് വല്ലാത്ത നീരസം തോന്നി. അയാളുടെ ജനാസ പൊക്കിയെടുത്തു. ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി, കള്ളിമുള്ളി ചെടികൾ പൊടിച്ചു നിൽക്കുന്ന മരുഭൂമിയിൽ കൊണ്ടുപോയി അയാളുടെ ജനാസയെ വലിച്ചെറിഞ്ഞു. അയാൾക്ക് എന്താണ് സംഭവിച്ചത്? അയാള് ഫഖദ് ജഫാനി, എന്നോട് അയാള് പിണങ്ങി. വമല്ലം യസുർനി ഫഖദ് ജഫാനി, ആരെങ്കിലും മക്കത്ത് വന്നിട്ട് എന്റെ മദീനയിൽ വരാതെ പോയാൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്, അവന് ഞാൻ ശുപാർശ ചെയ്യില്ല. അല്ലാഹുവേ, പാവങ്ങളായ സാധുക്കളായി ഞങ്ങൾ ഇത്രയും നേരം മദീനയുടെ മഹത്വം പറഞ്ഞു. ഞങ്ങളുടെ ഖൽബൊന്ന് നന്നാക്കണേ അല്ലാ. ഞങ്ങൾ മോശക്കാരിൽ മോശക്കാരാണ്, തെറ്റുകാരിൽ തെറ്റുകാരാണ്, കുറ്റക്കാരിൽ കുറ്റക്കാരാണ്, ഒരു നന്മയും ജീവിതത്തിൽ ഇല്ലാത്തവരാണ്. അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസിൽ മുഅ്മിനീങ്ങളുണ്ട്, നല്ല ഉമ്മമാരുണ്ട്, നല്ല ഉപ്പമാരുണ്ട്, നല്ല ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്. ഇവിടെ എത്രയോ മറപെട്ട് കിടക്കുന്ന മഹാന്മാർ എത്ര വലിയ സമുന്നതരാണ്. അവരുടെ ബറകാത്തുകൾ കൊണ്ട് ഞങ്ങളുടെ ഖൽബുകളൊന്നു നന്നാക്കി തെറ്റില്ലാത്ത ജീവിതം നൽകി ഒരു കറാഹത്ത് പോലും ഞങ്ങൾ ചെയ്യാതെ നസൂഹായ തൗബ ചെയ്തവരായി നല്ലൊരു മധുരമുള്ള ജീവിതം വേണം. മദീനയോട് മുഹബ്ബത്തുള്ളൊരു ജീവിതം വേണം. ഹബീബിനോട് ഇഷ്കുള്ളൊരു ജീവിതം വേണം. അങ്ങനൊരു ജീവിതമുണ്ടായിട്ട് ഞങ്ങളെല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിന്ന് ഞങ്ങളെല്ലാ കടമകളും കടപ്പാടുകളും അവസാനിപ്പിച്ച് ഒരു മനുഷ്യന് ഒരു രൂപയുടെ കടബാധ്യത പോലും ഇല്ലാതെ ഭർത്താക്കന്മാരോട് അന്യായമായി പെരുമാറല്ലേ ഭാര്യമാരെ. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ പൊരുത്തം വേണേ. ഓ പെണ്ണേ, ഓ പെങ്ങളെ, ഓ പൊന്നു സഹോദരി, സഹോദരാ, നിസ്കാരം നിലനിർത്തണേ. നാളെ അതിനെപ്പറ്റി അള്ളാഹു ചോദ്യം ചെയ്യും. ആദ്യമായി ഖബറിൽ വെക്കുമ്പോൾ ചോദിക്കുന്നത് നിസ്കരിച്ചോ എന്നാണ്. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തണേ. മാതാപിതാക്കളെ ധിക്കരിക്കല്ലേ, ആലിമീങ്ങളെ കുറ്റം പറയല്ലേ, സാദാത്തുക്കളെ പറ്റി വേണ്ടാധീനങ്ങൾ പറയല്ലേ. മഹാനായ സുൽത്താനുൽ ഉലമാ ശൈഖുനായ പി ഉസ്താദ് അവർകൾ അവിടുന്ന് സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തുകയാണ്. സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവിടുന്ന് സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തുകയാണ്. അവരൊക്കെ ആലിമീങ്ങളല്ലേ, അവര് സ്വാലിഹീങ്ങളല്ലേ, അവര് സജ്ജനങ്ങളല്ലേ, അവര് നമ്മുടെ നേതൃത്വമല്ലേ. നമുക്ക് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ ആരാ അഭിപ്രായം പറയാൻ? നമ്മൾ അവർക്ക് വേണ്ടി ദുആയിരുന്നാൽ മതി, നമ്മൾ അവരുടെ പൊരുത്തം കാംക്ഷിച്ചാൽ മതി. അല്ലാഹുവേ, സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും സുൽത്താനുൽ ഉലമാ പി ഉസ്താദ് അവർകൾക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ. ഈ സമുദായത്തിന്റെ ഇടയിൽ ഐക്യവും സൗഹാർദ്ദവും സ്നേഹവും നീ നിലനിർത്തി നൽകണേ അല്ലാ. ഇന്നതാ മഹാനായ കെ പി ഉസ്താദ്
ഉസ്താദ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്നു. അവിടുത്തെ മുഖത്ത് നോക്കിയാൽ പടച്ചവന് ഓർമ്മ വരുന്ന മുഖമാണ്. പഴയ കാലത്ത് നമ്മൾ ശംസുൽ ഉലമയെ പോലെ, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ പോലെ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ നമ്മൾ പറയാറുള്ള വലിയ വലിയ മഹാന്മാരായ ഉസ്താദുമാരില്ലേ, താജുൽ ഉലമ ഉള്ള ആള് തങ്ങളെ പോലെ, താഴക്കോട് ഉസ്താദിനെ പോലെ, അങ്ങനെ വലിയ പഴയകാല ഉലമാക്കളെ പോലെ തെക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദായിരുന്നു മഹാനായ ശൈഖുനാ KP അബൂബക്കർ ഹസ്രത്ത്. അവിടെ നിന്ന് വഫാത്തായി. ആ മുഖത്ത് നോക്കിയാൽ തന്നെ സൂര്യപ്രകാശം പോലെ തേജസ്സായ മുഖമാണ്. വളരെ എളിമയുള്ള ജീവിതമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഉസ്താദ് സിറാജുൽ ഉലമ ഐദുറൂസ് ഉസ്താദ് അവിടുത്തെ ഇവിടെ സഹപാഠിയാണ്, കൂട്ടുകാരനാണ്. അവര് പരസ്പരം, അതായത് AP സമസ്തയുടെ ഉപാധ്യക്ഷരാണ് ഐദുറൂസ് ഉസ്താദ്. എന്നാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ് KP ഉസ്താദ്. ഈ KP ഉസ്താദ് ഐദുറൂസ് ഉസ്താദിനെ കാണാൻ വേണ്ടി വരികയാണ്. ഐദുറൂസ് ഉസ്താദ് KP ഉസ്താദിനെ കാണാൻ വേണ്ടി പോകുകയാണ്. അവർ പഴയകാല സുഹൃത്തുക്കളാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അവർ പരസ്പരം ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. KP ഉസ്താദിന്റെ കൈ ഐദുറൂസ് ഉസ്താദ് മുത്തുകയാണ്. ഐദുറൂസ് ഉസ്താദിന്റെ കൈ KP ഉസ്താദ് മുത്തുകയാണ്. അല്ലാഹുവേ, അങ്ങനെ മഹാന്മാർ പരസ്പരം ആദരിച്ചവരാണ്, ബഹുമാനിച്ചവരാണ്. മാത്രമല്ല അവർ രണ്ടുപേരും ഒരു മഹല്ല് ജമാഅത്തിൽപ്പെട്ടവരാണ്. കൊല്ലം ജില്ലയിലെ മുട്ടക്കാവ് എന്ന് പറയുന്ന ഒരു മഹല്ല്, അത് വലിയ മഹല്ലാണ്. ആ മഹല്ലിൽ ഇരുവരും ഒരു ദിവസം പോയി പള്ളി കമ്മിറ്റിക്കാരെ കണ്ടു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ പള്ളി കമ്മിറ്റിക്കാരെ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ KP മുസ്ലിയാർക്കും ഐദുറൂസ് മുസ്ലിയാർക്കും നിങ്ങൾ ഖബർ കുഴിക്കുമ്പോൾ ഒരിടത്ത് ഖബർ കുഴിക്കണേ. KP ഉസ്താദിന്റെ ജനാസ ഇന്ന് ഖബറിലേക്ക് ഇറക്കി വെച്ചു. സഹോദരങ്ങളെ, ഇത് ഉലമാക്കൾക്കിടയിലുള്ള സൗഹൃദമാണ്, സ്നേഹമാണ്. അവരാരും പരസ്പരം ആക്ഷേപിച്ചില്ല, അവർ ചീത്ത വിളിച്ചില്ല, അവർ അനാദരിച്ചില്ല. നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ പേരിലോ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുടെ പേരിലോ നമ്മളൊരാളെയും കുറ്റം പറയരുത്. നമ്മുടെ ആഖിറം കേടായി പോകും, നമ്മുടെ ഖബറിൽ കേടുവന്നു പോകും, നമ്മുടെ ആഖിബത്ത് മോശമായി മരിച്ചു പോകും. അല്ലാഹുവേ, അല്ലാഹുവേ, KP ഉസ്താദിന്റെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാ. അവിടുത്തെയുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അവിടുത്തെയുടെ ബഹുമാനവും പദവികളും ആദരവും നീ ഏറ്റി നൽകണേ അല്ലാ. നാളെ പരലോകത്ത് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെയോടൊപ്പം ഞങ്ങളെ ചേർത്തു തരണേ അല്ലാ. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എല്ലാവരും ദുആയിരക്കണം ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകം ഒരു ദുആ വസിയത്ത് ഉണ്ടായിരുന്നു. വിളിക്കാണല്ലേ ഈ KB, നിങ്ങളെ പേരെന്താ? KB BK. പഴയ ആളാണ് ഇവിടുത്തെ അല്ലേ? മാഷാ അല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് അനുഗ്രഹം നൽകുമാറാകട്ടെ. നിങ്ങളുടെ പ്രസിഡന്റാണ്. അല്ലാഹു അദ്ദേഹത്തിന് ഇനി ഈ കാലത്ത് ഇവിടെ ഏതെല്ലാം പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജനറൽ സെക്രട്ടറിമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആരെല്ലാം ഈ പള്ളിയുമായി ഉറൂസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ഖബറുകൾ സ്വർഗ്ഗമാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പ്രത്യേകം നമ്മുടെ ഉള്ളാളത്തുള്ള ഹനീഫ് ഹാജി അദ്ദേഹം ദുആരക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ഹനീദ്, ഹനീഫ്, ഹഫീഫ്, അവർക്കെല്ലാം അല്ലാഹു അനുഗ്രഹവും ബറക്കത്തും നൽകുമാറാകട്ടെ. കുടുംബത്തിന് അല്ലാഹു പ്രത്യേകം, ഹനീഫ് ഹാജി ഒരു നല്ല മനുഷ്യൻ, അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിച്ചവരാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരാണ്. അല്ലാഹുവേ നീ അദ്ദേഹത്തിനും കുടുംബത്തിനും അനുഗ്രഹം നൽകണേ റബ്ബേ. അവരുടെ സംരംഭങ്ങൾ, അവരുടെ ബിസിനസ്സുകൾ, ഇടപാടുകൾ നീ ഖൈറിലും ബറക്കത്തിലും ആക്കണേ അല്ലാഹ്. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് BK പറഞ്ഞത് തേൻ ലേലം ചെയ്യണമെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ലേലമൊക്കെ പോയി. ആ തേനിങ്ങടുത്ത് ബിസ്മില്ലാ.